സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവാറ്. കുറച്ചു പേരുണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തികളുണ്ട്. 50 കോടിക്കും 100 കോടിക്കും മുകളിൽ ആസ്തിയുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും മിഡിൽ ക്ലാസ് ആളുകളും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തികൾ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ 3 കാറ്റഗറി ആളുകളോട് എനിക്ക് കാര്യങ്ങൾ പറയണം. ഈ 3 കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ കയ്യിൽ ധാരാളം പൈസയുള്ള ആളുകൾ, കോടികളുള്ള ആളുകൾ. അവർ ഈ കൂട്ടത്തിലുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതും ഞാനിവിടെ പറയണം. സെയിം കുറച്ച് പൈസ കയ്യിലുള്ള ആൾക്കാർ, കോടികളൊന്നുമില്ല, കുറച്ച് ലക്ഷങ്ങൾ, 50 ലക്ഷോ 75 ലക്ഷോ 25 ലക്ഷോ 10 ലക്ഷോ 5 ലക്ഷോ 1 ലക്ഷോ ഒക്കെ കയ്യിലുള്ള ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരോടും എനിക്ക് പറയാനുള്ളത് പറയണം. അതേപോലെ തന്നെ 1 ലക്ഷം രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് ബാധ്യത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കിട്ടുന്നോട് തട്ടിമുട്ടിക്ക് ജീവിച്ചു പോണ്, മാസം ഒരു 10,000 20,000 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മാത്രം പോകുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഈ 3 കാറ്റഗറി ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പണം കോടികളാണെങ്കിലും ലക്ഷങ്ങളാണെങ്കിലും ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് 3 കാറ്റഗറി ആളുകൾക്കും ഇവിടെ ഇന്ന് കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു റോള് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ 12 പ്രൊജക്ടുകളാണ് കമ്പനിക്കുള്ളത്. അതിൽ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളുണ്ട്, ടൂറിസം പ്രോജക്റ്റ് ഉണ്ട്, അഗ്രികൾച്ചർ പ്രോജക്റ്റുകളുണ്ട്. നമുക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മള് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അതുപോലെ ടൗൺഷിപ്പ് പ്ലാൻ ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ സർക്കാരിന്റെ തന്നെ ഒരു പ്രൊജക്ട്, സർക്കാരിന്റെ ഒരു ഇന്നോവേഷൻ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ആയിട്ടുള്ള CSIR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇന്നോവേഷൻ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റൽ വേസ്റ്റുകൾ മണ്ണാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി, 34 പാറ്റന്റുകളുള്ള ഒരു പ്രൊജക്ട്. അതും എക്സ്ക്ലൂസീവ്ലി ഗ്ലോബൽ പാറ്റന്റ് നമ്മുടെ കമ്പനി തന്നെയാണ്. അങ്ങനെ 12 പ്രൊജക്ടുകളാണ് നിലവിലുള്ളത്. അതെല്ലാവരും അടിച്ചു ഇഷ്ടപ്പെട്ട. അപ്പൊ ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പ്രൊജക്ടുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. 3 പ്രൊജക്ടുകൾ നിലവിൽ റണ്ണിങ്ങിലാണ്. ബാക്കി പലതും വരാൻ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ നിലവിൽ റണ്ണിങ്ങിലുള്ള 3 പ്രൊജക്ടുകളെ കുറിച്ച് ഞാനത് ചുരുക്കി പറയാം. ഓക്കെ. അതിൽ ഒന്നാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റും അഗ്രികൾച്ചറും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിന്റെ പേരാണ് സാൻഡൽവുഡ് പ്ലാന്റേഷൻ. സാൻഡൽവുഡ് പ്ലാന്റേഷൻ, എ ഗ്രൂപ്പ് ഫാമിംഗ് പ്രോജക്ട്. ചന്ദനം കൂട്ടുകൃഷി, ഒരു ചന്ദനം കൂട്ടുകൃഷി പദ്ധതി. ചന്ദനം കൃഷിയായിട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി മോഡലിലുള്ള ഒരു കൂട്ടുകൃഷി സമ്പ്രദായമാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോജക്ട്. ഈ ചന്ദനം എന്നൊക്കെ കേൾക്കുമ്പോ ചില ആളുകൾക്കെങ്കിലും ഇപ്പോഴും പണ്ടത്തെ കുറച്ച് ആശങ്കകളോ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവാം. ചന്ദനൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമല്ലേ, പോലീസ് പിടിക്കില്ലേ, ഫോറസ്റ്റുകാർ നമുക്കെതിരെ കേസ് എടുക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവർ കുറച്ചുപേരെങ്കിലും ഉണ്ടാവും. കാരണം ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റു മീഡിയാസിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ഒക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ചന്ദനം ലീഗലാക്കി എന്നുള്ളതും സാധാരണ ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാന്നുള്ളതും ആർക്ക് വേണമെങ്കിലും കൃഷി, അതിനു വേണ്ടിയുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനങ്ങളുണ്ട്, സബ്സിഡി മറ്റു കാര്യങ്ങളും സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് മീഡിയാസിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇനി അതിനെ കുറിച്ച് അറിയാത്തവർ കുറച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ തന്നെ ജസ്റ്റ് ഇഷ്ടംപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 കൂടി 1400 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്ത് അതിനെ 5 സെന്റ് വീതമുള്ള സ്ഥലങ്ങളാക്കി മാറ്റി ഓരോ 5 സെന്റ് സ്ഥലത്തും 20 ചന്ദന തൈകൾ നട്ട് അത് വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തികളുടെ പേരിൽ ആ സ്ഥലത്തിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും വാങ്ങുന്ന ആളുകൾ. എന്നിട്ട് ഈ ചന്ദനമരം മുറിച്ച് കിട്ടുന്നതാണ്, ചന്ദനമരം ഹാർവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിലെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. ഇതിനൊരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവും വണ്ണവും 20 അടിയോളം ഹൈറ്റും ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റും വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കത് മുറിക്കാറായി എന്നുള്ളതാണ് അതിന്റെ കണക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരം ഏകദേശം ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവും വണ്ണവും 20 അടി ഹൈറ്റും ഉണ്ടെങ്കിൽ
ഏകദേശം 200 കിലോ തൂക്കമുള്ള ഒരു മരമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ ആ മരത്തിന്റെ ഭാരം എത്രയാണോ അതിന്റെ ഒരു ഏകദേശം 10% നമുക്ക് അതിന്റെ കാതൽ കിട്ടും. കാതൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് വുഡ്. അപ്പൊ ചന്ദനത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും കിലോനാണ് റേറ്റ് വിൽക്കുക. അപ്പൊ നമ്മുടെ ഇന്ത്യയില് കിലോന് വിൽക്കുന്ന ഒരേ ഒരു മരം, തൂക്കത്തിന് വിൽക്കുന്ന മരം അത് ചന്ദനം മാത്രമാണ്. ബാക്കിയുള്ള തേക്കാണെങ്കിലും ഈട്ടിയാണെങ്കിലും മറ്റെല്ലാം നമ്മൾ ക്യൂബിക്കാണ്. അപ്പൊ കിലോ റേറ്റ് കിട്ടുന്നത് ചന്ദനത്തിനാണ്. ചന്ദനത്തിന് മറ്റൊരു പ്രത്യേകത, ചന്ദനത്തിന്റെ ഇല ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും ഇതുപോലെ കിലോന് റേറ്റ് കിട്ടുന്നുള്ളതാണ്. ഇല മാത്രമാണ് ഇതിൽ വേസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന കാതൽ, അത് 200 കിലോ തൂക്കമുള്ള ഒരു മരമാണെങ്കിൽ ഒരു 10% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 കിലോത്തോളം നമുക്ക് കാതൽ കിട്ടും. പിന്നെ ഇതിന്റെ വേര്, വെള്ള, അകത്ത തൊലി, പുറത്ത തൊലി, പല വണ്ണത്തിലുള്ള കൊമ്പും ചില്ലകളും, ഇത് മുറിക്കുമ്പോണ്ടാകുന്ന പൊടി, നമ്മൾ അറക്കപ്പൊടി, ഇറിച്ചപ്പൊടി എന്നൊക്കെ പറയും, ഇതിനെല്ലാത്തിനും കിലോന് റേറ്റ് കിട്ടും. ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് ഇതിന്റെ കാതലിനാണ്, ഫസ്റ്റ് ക്വാളിറ്റി കാതലിനാണ്. ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറഞ്ഞാൽ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള കാതൽ. ഇതിന് 20,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഒരു കിലോന്റെ റേറ്റ്. അപ്പൊ ഒരു 200 കിലോ ഉള്ള മരത്തിന്റെ 10% 20 കിലോ കാതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ഇതിന് കാതലും ബാക്കി ഇതിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 8 ലക്ഷം രൂപയാണ് ഇപ്പോ നമുക്കൊരു മരം മുറിക്കാൻ പരുവത്തിനുണ്ടെങ്കിൽ നമുക്കത് വിറ്റാൻ കിട്ടുന്ന പൈസ. ഏകദേശം 8 ലക്ഷം രൂപ. ഇനിയിപ്പോ നമ്മൾ നടുന്ന മരങ്ങൾ, ഇപ്പൊ നട്ടുകൊണ്ടിരിക്കുന്ന മരങ്ങൾ നമുക്ക് ഭാവിയിൽ മുറിച്ചു വിൽക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു 10 മുതൽ 15 വർഷത്തിനുള്ളിലാണ് നമുക്കത് മുറിച്ചു വിൽക്കേണ്ട സമയമാവാം. അപ്പോഴേക്കും ഒരു 3 മടങ്ങ് വില വർധനവ് കണക്കാക്കിയാൽ തന്നെ ഏകദേശം 25 ലക്ഷം രൂപയോളമാണ് നമുക്ക് ഒരു മരത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഒരു 25 ലക്ഷം വീതം 20 മരങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 5 കോടി രൂപയോളം നമുക്ക് വരുമാനം കിട്ടാവുന്ന, ലാഭം കിട്ടാവുന്ന ഒരു കൃഷിയാണ് ഈ പറയുന്ന 5 സെന്റ് സ്ഥലത്ത് നമ്മൾ നടുന്ന 20 ചന്ദന മരങ്ങളിൽ നിന്ന് ആ ഒരു ചന്ദന പ്ലോട്ടിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 5 സെന്റ് സ്ഥലം 20 ചന്ദന മരങ്ങളും നിങ്ങളുടെ പേരിലേക്ക് ആധാർ രജിസ്റ്റർ ചെയ്ത് തരുമ്പോ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 5 കോടി രൂപയോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ. പിന്നെ ചന്ദനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദനങ്ങൾ എല്ലാ സ്ഥലത്തും വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നടാം, ചന്ദനം വളരും. പക്ഷെ അതിന് ഫസ്റ്റ് ക്വാളിറ്റി കാതൽ, ഏറ്റവും ഓയിൽ കണ്ടന്റ് ഉള്ള കാതൽ കിട്ടണമെങ്കിൽ, കൂടിയ ക്വാണ്ടിറ്റി കാതൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഇതിന്റെ കാലാവസ്ഥയും മണ്ണും വളരെ പ്രധാനമാണ്. എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും, സീ ലെവലിൽ നിന്നും ഒരു 700 മീറ്ററിന് മുകളിൽ ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ വളരുന്ന, ആ കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനങ്ങൾക്കാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ, ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള കാതൽ ലഭിക്കുക. പൃഥ്വിരാജിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ, വിലായത് ബുദ്ധ എന്നുള്ള പേര് സിനിമ വന്നിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ. അത് ഏകദേശം ഈ ചന്ദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഈ 700 മീറ്ററിന് മുകളിൽ ഈ ഹൈ റേഞ്ചുകളിൽ, അതായത് വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഉയരമുള്ള സ്ഥലങ്ങളുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്, ഈ സാൻഡൽവുഡ് പ്ലാന്റേഷന്റെ 1400 ഏക്കറും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വയനാട്ടിലാണ്. ഇപ്പൊ വയനാട്ടില് നമുക്ക് ഇപ്പൊ നിലവിൽ ഒരു 300 ഏക്കറിന് മുകളിൽ സ്ഥലം കമ്പനി എടുത്ത് ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. 2030 കൂടി 1400 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒന്നാമത്തെ പ്രൊജക്ട്. പിന്നെ ചന്ദനത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ തെഫ്റ്റ് ആണ്. തെഫ്റ്റ് മീൻസ് ഏറ്റവും കൂടിയ റിസ്ക് എന്ന് പറയുന്നത്, ഇത് എവിടെ ചന്ദനന്മാരുണ്ടെങ്കിലും ഇത് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെല്ലാവരും വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? വീരപ്പനെ കേട്ടില്ലേ? വീരപ്പനെ നമ്മൾ എന്തിന്റെ പേരിലാണ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്? എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ നമുക്ക് വേണമെങ്കിൽ പറയാം. ചന്ദനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് പേഴ്സൺ അത് വീരപ്പനായിരിക്കും. അപ്പൊ ഈ വീരപ്പന്റെ പേര് ബ്രാൻഡ് ചെയ്തതിന്റെ കാരണം എന്താ? വീരപ്പൻ എന്താ പിന്നെ കുറച്ച് തേക്ക് മോഷ്ടിച്ചാൽ പോയിരുന്നു, അല്ലെങ്കിൽ വല്ല പ്ലാവ് മോഷ്ടിച്ചാൽ പോയിരുന്നു അല്ലെ? എന്തുകൊണ്ടാണ് വീരപ്പൻ ചന്ദനത്തിന്റെ പുറകെ തന്നെ പോകാൻ കാരണം? ഏറ്റവും വില കൂടുതൽ കിട്ടുന്ന മരം എന്തായാലും കക്കാൻ ഇറങ്ങിയിരിക്കണം, മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കണം. പിന്നെ ഏറ്റവും നല്ലതന്നെ മോഷ്ടിച്ചൂടെ, ഏറ്റവും വില കൂടി തന്നെ ആയിക്കൂടെ? ഇതാണ് വീരപ്പൻ ഇതിന്റെ പുറകെ പോകാനുള്ള കാരണം. അപ്പൊ ഈ വീരപ്പനെ തട്ടിക്കളഞ്ഞു. പക്ഷെ എന്നിരുന്നാലും വീരപ്പന്റെ അനുയായികളൊക്കെ ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട്. ഈ ചന്ദന മോഷ്ടാക്കൾ ഇന്നും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ എവിടേക്കിലൊക്കെ ചന്ദനന്മാരുണ്ടെങ്കിൽ ഇവരത് വളരെ ബുദ്ധിപൂർവ്വം അടിച്ചോണ്ട് പോകാനുള്ള എല്ലാ
പ്രാക്ടീസും ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചന്ദന മോഷ്ടാക്കൾ. ഇന്നും അവരെല്ലാ കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇതിനു വേണ്ട സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ 20 അടി ഹൈറ്റിൽ ഇലക്ട്രിക് ഫെൻസിങ്ങും കംപ്ലീറ്റ് CCTV ആക്സസും സാറ്റലൈറ്റ് സർവൈലൻസും ഓരോ മരങ്ങളിലും മൈക്രോചിപ്പ് സെക്യൂരിറ്റിയും ഡോഗ് സ്ക്വാഡ് സെക്യൂരിറ്റി, ആംഡ് ഫോഴ്സ് സെക്യൂരിറ്റി, ഇത്തരം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഓരോ 5 സെന്റ് പ്ലോട്ടുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള കള്ളന്മാരെ കൊണ്ടൊന്നും അവിടെ നിന്ന് അടിച്ചെടുക്കാൻ പോസിബിൾ അല്ല. ഇനി വല്ല ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരാണെങ്കിലും അങ്ങനെ കൊണ്ടുപോയാലും ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ട്രാക്ക് ചെയ്യാനുള്ള GPS ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള ചിപ്പ് സെക്യൂരിറ്റി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സേഫ് ആണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി, അത്രേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ പ്രോജക്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോജക്ട്, അതിൽ അഗ്രികൾച്ചർ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഒപ്പം തന്നെ ടൂറിസം കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 5 സെന്റ് സ്ഥലത്ത് 20 ചന്ദനമരം നടന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ടൂറിസത്തിന് സ്കോപ്പുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതിൽ ആ ടൂറിസത്തിന് സ്കോപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ 20 ചന്ദനമരങ്ങൾ നടുന്നതിന് പകരം 16 ചന്ദന തൈകൾ നടും. ബാക്കിയുള്ള 4 തൈകൾ ഒഴിവാക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏകദേശം ഒരു 600-650 സ്ക്വയർ ഫീറ്റ് ഏരിയ ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ നമ്മൾ 570 സ്ക്വയർ ഫീറ്റിൽ ഒരു കോട്ടേജ് പണി, ഒരു കേവ് ഡിസൈനിലുള്ള ഒരു ഗുഹ മാതൃകയിലുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മഡ് പാക്ക് ചെയ്തിട്ടുള്ള, ആ മഡിന് മുകളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വിരിച്ചിട്ടുള്ള ഒരു കോട്ടേജിന്റെ പ്രത്യേകത, ഇത് ഒരു 4 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്ന റിസോർട്ട്. അതിന്റെ അകത്ത് നമുക്ക് ഓരോ റൂമിലും ഓരോ ഗുഹയുടെ അകത്തും പ്രൈവറ്റ് പൂളുകൾ ഉണ്ടാവും, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ഒരു വാട്ടർഫോൾസ് ഉണ്ടാവും, വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റെല്ലാം ഒരു 4 സ്റ്റാർ കാറ്റഗറി റൂമിൽ വരുന്നതായിട്ടുള്ള AC, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതാണ് ഈ റൂം. അപ്പൊ 5 സെന്റ് സ്ഥലം, അതിൽ 570 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന പ്രൈവറ്റ് പൂളും വാട്ടർഫോൾസോട് കൂടിയിട്ടുള്ള ഒരു കോട്ടേജ് പ്ലസ് 16 ചന്ദനമരങ്ങൾ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോജക്ട്. അപ്പൊ ഇതിൽ 3 ബെനിഫിറ്റുകളാണ് ഇത് പൈസ മുടക്കി വാങ്ങുന്ന ആളുകൾക്ക് കിട്ടുക. അതായത് ഇത് വാങ്ങുന്ന ആൾക്ക് ഉടനെ തന്നെ അവരുടെ പേരിലേക്ക് ആധാരം, 3-1 പൈസ, ഇതിന്റെ വാല്യൂവിന്റെ 3-1 വാല്യൂ പേ ചെയ്യുമ്പോൾ തന്നെ ഭൂമി അവരുടെ പേരിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അവിടെ അങ്ങോട്ട് 6 മാസത്തിനുള്ളിൽ ഇതിന്റെ പണി പൂർത്തീകരിച്ച് കീ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. അപ്പൊ ഇതിൽ നിന്നും ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്ക് കിട്ടുന്നത് 3 രീതിയിലുള്ള ബെനിഫിറ്റ് ആണ്. 1 ടൂറിസം ബെനിഫിറ്റ്, 2 അഗ്രികൾച്ചർ ബെനിഫിറ്റ്, 3 റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. ടൂറിസം ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന റെന്റൽ ഇൻകം. ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഞാനത് പറഞ്ഞുതരാം. ഇത് 11 ഏക്കറിൽ 150 കോട്ടേജസ് ഉള്ള ഇതുപോലുള്ള 150 എണ്ണം ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് 11 ഏക്കറിൽ. അത് കൂടാതെ ഈ പ്രോപ്പർട്ടിയിൽ, ഈ ഒരു റിസോർട്ടിൽ താമസിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്കുള്ള കോമൺ അമ്യൂണിറ്റീസ്, മറ്റ് ഫെസിലിറ്റികളായിട്ടുള്ള ഇൻഫിനിറ്റി പൂൾ, മൾട്ടി കുസിൻ റെസ്റ്റോറന്റ്, ആർട്ട് ഗാലറി, മിനി സൂ, ജിം, ബോട്ടിംഗ്, ഫിഷിംഗ്, ഹോഴ്സ് റൈഡിംഗ്, ഓഡിറ്റോറിയം, കൺവെൻഷൻ സെന്റർ, റെയിൻ ഡാൻസ്, DJ ഹാള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 40-45 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസും ഈ കോമ്പൗണ്ടിന്റെ അകത്തുണ്ട്. അപ്പൊ ഇവിടെ താമസിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്ക് കൂടെ താമസിക്കാൻ വരുന്ന വെറുതെ ഒരു റൂമിൽ സമയം ചെലവഴിക്കാൻ മാത്രമല്ല, ഈ 2-3 ദിവസം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സസും ഈ റൂമിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതിനേക്കാളെല്ലാം എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത, ഈ 11 ഏക്കർ പ്രോപ്പർട്ടിയിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മിസ്റ്റ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കോടമഞ്ഞൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ? അപ്പൊ ഈ കോടമഞ്ഞ് ഇല്ലാത്ത സമയം നാച്ചുറൽ ആയിട്ട് അവിടെ ഇല്ലെങ്കിൽ നമ്മളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ മിസ്റ്റ് കൂടെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതിലെ ടൂറിസം ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വാടക വരുമാനം. അതായത് ഇതൊരു ഇന്റർനാഷണൽ പ്രോപ്പർട്ടിയാണ്, പ്രൊജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തേക്ക് റെന്റ് ഉള്ള റൂം, അതിന് റെന്റ് എത്രയാണെന്ന് അറിയോ? ഏറ്റവും കൂടിയ റെന്റ് കേരളത്തിന് ഒരു റൂമിന്റെ അറിയോ? അറിയുന്ന എമൗണ്ട് എത്ര? ഏറ്റവും കൂടിയ എമൗണ്ട് 3 lakh ഉണ്ട് അല്ലെ? എവിടെ? എവിടെ? കൊച്ചിയില് ബോൾഗാട്ടിൽ ഹയാത്ത് ഉണ്ട്. ഹയാത്ത് എല്ലാവർക്കും അറിയാലോ.
കൊച്ചി ബോൾഗാട്ടി ഹയാത്തില് ഒരു റൂമിന്റെ റേറ്റ് 3.6 lakhs പ്ലസ് GST ആണ്. 3,60,000 പ്ലസ് GST ഉള്ള റൂം വരെ ഇവിടെ ഉണ്ട്. അതേ കൊച്ചിയിൽ തന്നെ 300 രൂപ കിട്ടുന്ന റൂമുണ്ട്. 300 200 ഉണ്ടെന്നുണ്ടല്ലേ ഷീ ലോഡ്ജ് തന്നെ, ഷീ ഹോസ്റ്റലാണ്. ഷീ ലോഡ്ജിൽ 200. അപ്പൊ 200 രൂപ മുതൽ 3,60,000 പ്ലസ് GST എന്ന് പറയുമ്പോൾ 4 ലക്ഷം രൂപക്ക് മുകളിലായി. അത്രയും പൈസയുള്ള റെന്റ് ഉള്ള റൂം വരെ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉണ്ട്. ഞാൻ ബാക്കി ദുബായ് അമേരിക്ക ഒന്നും പറയണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഈ ഒരു 4-star കാറ്റഗറി പ്രോപ്പർട്ടിയില് ഇതുപോലെ ഈ 3,60,000 പ്ലസ് GST കൊടുത്ത് ഹയാത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഒരു പ്ലോട്ടിന്റെ അകത്ത് ഒരു റൂമോ കോട്ടേജോ തന്നെ കിട്ടാം. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് 2 റൂമും 2 ബെഡ്റൂമും അതിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഈ റേറ്റിൽ കിട്ടുക. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 3000-ഓളം ചന്ദനമരങ്ങളുള്ള ഒരു സാൻഡൽവുഡ് ഫോറസ്റ്റ്, ഒരു ചന്ദനത്തിന്റെ ഒരു കാട്. ആ ചന്ദനക്കാട്ടിൽ ഒരു ഗുഹ. ആ ഗുഹയ്ക്ക് അകത്ത് തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂളും ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങി കുളിച്ചാലും ആരും എത്തി നോക്കാനൊന്നും വരില്ല. റൂമിന്റെ അകത്ത് തന്നെയാണ് ആ പൂളും ഒരു വെള്ളച്ചാട്ടം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് വേണമെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു കഴിയുമ്പോ ഇതിന്റെ ഒരു ദിവസത്തെ 2027-28 ആ സമയത്തേക്ക് കംപ്ലീറ്റ് 100% പണികൾ പൂർത്തീകരിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു കോട്ടേജിന് കമ്പനി ചാർജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡെയിലി റെന്റ് എന്ന് പറയുന്നത് $500 മുതൽ $1,000 വരെ, എന്ന് വെച്ചാൽ 50,000-നും 1,00,000-നും ഇടയിലുള്ള എമൗണ്ടുകളായിരിക്കും നമ്മുടെ ഡെയിലി റെന്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു $1,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 95,000 രൂപയും ഒരു ദിവസത്തെ വാടക. $500 എന്ന് പറഞ്ഞാൽ ഏകദേശം 47,500 രൂപ ഇന്നത്തെ റേറ്റ് വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത്ര ഒന്നും കണക്കൂട്ടണ്ട. ഞാനൊരു ചെറിയ കണക്ക്, വെറുതെ നമുക്ക് ഇതിൽ ലാഭകരമാണോ അല്ലെന്ന് അറിയാനായിട്ട് ചെറിയൊരു കണക്ക് മാത്രം നിങ്ങളോട് ഞാൻ പറയാം. അതായത് ഒരു 25,000 രൂപ വെച്ച് റെന്റ് കണക്കൂട്ടാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 20,000 രൂപക്കും 30,000 രൂപക്കും പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട്, അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പൊ എടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു കോട്ടേജിൽ ഇപ്പൊ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 20,000-നും 30,000-നും റൂമുകൾ കോട്ടേജസ് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ ആ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഗിഫ്റ്റും കൂടെ കിട്ടും. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ എവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അങ്ങനെ കണക്കൂട്ടിയാൽ പോലും നമുക്ക് 25,000 രൂപ വെച്ച് ഒരു കോട്ടേജിന് ഒരു ആവറേജ് റെന്റ് കണക്കാക്കി കഴിഞ്ഞാൽ 25,000 ഇൻറ്റു 30 ദിവസം വേണ്ട, 15 ദിവസം പകുതി കൂട്ടാവും. ഒരു മാസത്തിന് പകുതി പൈസ ഉള്ളൂ വിചാരിക്കാം, അവിടെ അക്കോമഡേഷൻ ഉള്ളൂ. അപ്പൊ 25,000 ഇൻറ്റു 15 ദിവസം കണക്ക് കൂട്ടിയ ഒരു 3.25 ലക്ഷം രൂപയില്ലേ. ഈ 3.25 ലക്ഷം രൂപയുടെ ഒരു 75,000 രൂപയോളം നമ്മൾ അതിന്റെ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ചെലവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും, മറ്റു മെയിൻ്റനൻസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒരു ചെലവായിട്ട് 75,000 മാറ്റി വെച്ചാലും പിന്നെ ഒരു 3 ലക്ഷം രൂപ കിട്ടാം. ഇതൊരു ഉദ്ദേശ കണക്ക് പറയാനുണ്ട്, അതൊരു ഫിക്സഡ് റേറ്റ് ഒന്നും അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വരുമാനം കിട്ടുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ഈ 3.25 ലക്ഷം രൂപയിൽ 75,000 രൂപയോളം ചെലവ് കഴിഞ്ഞാലും ബാക്കി ഒരു 75,000 രൂപ ചെലവ് കഴിച്ച് ബാക്കി ഒരു 3 ലക്ഷം രൂപയോളം ബാക്കി ഉണ്ടാവും. അപ്പൊ എത്ര രൂപയാണോ ചെലവെല്ലാം കഴിച്ച് ബാക്കി ഉണ്ടാവുന്നത് ആ പൈസ 80-20 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 80% ആ പ്രോപ്പർട്ടിയുടെ ഓണർക്കും 20% ഇത് മാനേജ് ചെയ്യുന്ന കമ്പനിക്കും. അറൌണ്ട് 2.5 ലക്ഷം രൂപയായിരിക്കും, ഒരു 2.5 lakhs rupees ഒക്കെ ആയിരിക്കാം ഈ രീതിയിൽ കണക്കൂട്ടിയാൽ തന്നെ ഒരു പ്രോപ്പർട്ടി ഓണർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം. അപ്പൊ 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഒരു മാസം കിട്ടിയാൽ ഒരു വർഷം 2.5 ലക്ഷം ഇൻറ്റു 12 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 ലക്ഷം രൂപയായിരിക്കും പ്രോപ്പർട്ടി ഓണർക്ക് ഒരു വർഷം കിട്ടാൻ പോകുന്ന എമൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം 1.5 കോടി രൂപയോളം ഈ രീതിയിൽ കണക്കൂട്ടിയാൽ പോലും, വെറും 15 ദിവസം ഒക്യുപ്പൻസി ഉള്ളൂ, വെറും 25,000 രൂപ റെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 5 വർഷം കൊണ്ട് 1.5 കോടി രൂപയോളം റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അതാണ് ഇതിന്റെ പേര്. രണ്ടാമത്തെ ടൂറിസം ബെനിഫിറ്റ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ ബെനിഫിറ്റ്. അതെന്താ? ഈ 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദനമരങ്ങളുണ്ട്. അപ്പൊ ഒരു മരത്തിന് 25 ലക്ഷം വെച്ച് കണക്കൂട്ടി കഴിഞ്ഞാൽ 16 ചന്ദനമരം ഇൻറ്റു 25 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 കോടി രൂപയോളം നമുക്ക് അതിൽ നിന്ന് അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. നമ്മൾ ഒരു വിലക്ക് വാങ്ങിയ സാധനത്തിന്റെ വാല്യൂ പിന്നീട് വിൽക്കുമ്പോൾ കൂടുന്നു. അപ്പൊ ഈ റിസോർട്ടിന്റെ കഴിഞ്ഞ വർഷം
സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തത്. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 14 മാസമായി ഈ പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് കല്ലിടൽ ചടങ്ങ് നടക്കുന്ന അന്ന് ഈ പ്രോപ്പർട്ടി കൊടുത്തത് 45 ലക്ഷം രൂപക്കാണ്. ഒരു കോട്ടേജ് കൊടുത്ത് 45 ലക്ഷം രൂപയ്ക്കാണ്. അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഒരു ഓഫറായിട്ട് കൊടുത്തത് 45 ലക്ഷം രൂപയ്ക്ക് 2 എണ്ണം, ബൈ 1 ഗെറ്റ് 1 ഫ്രീ, അങ്ങനെ കൊടുത്ത് ഒറ്റ ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ മാസം ഇതിന്റെ വില കൂട്ടി കൊണ്ടുവന്ന് 45, 50 ലക്ഷമായി, 60ആയി, 75 ലക്ഷമായി, 85 ലക്ഷമായി, 90 ലക്ഷമായി, 1 കോടിയായി, 1 കോടി 10 ലക്ഷമായി, 1 കോടി 25 ലക്ഷമായി. ഇപ്പൊ 1.5 കോടി രൂപയാണ് ഒരു കോട്ടേജിന്റെ വില. അപ്പൊ നമ്മളെ പറഞ്ഞ 11 ഏക്കറിൽ 150 കോട്ടേജുകളിൽ ഇനി 20 എണ്ണത്തിൽ താഴെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അത് അർഹതപ്പെട്ടവർ അത് സ്വന്തമാക്കി കഴിഞ്ഞു. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ, യോഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒരുമിച്ച് 1.5 കോടി രൂപയുള്ള ആളുകൾക്ക് ഇത് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൽ LLP മോഡലിൽ ഒരു കമ്പനി പോലെ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ 1 ലക്ഷം 2 ലക്ഷമൊക്കെയുള്ള പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ടും അതിന്റെ ഒരു പാർട്ണർ ആവാനും കൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ പ്രോജക്ട്. എന്റെ പേരൊന്നും കൂടെ പറയാം. സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സ്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോജക്ട് ഇതിനെ പെട്ടെന്ന് ഒന്ന് സ്പീഡിൽ പറയാം. മൂന്നാമത്തെ പ്രോജക്ട് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റിൽ 150 കോട്ടേജസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ 150 കോട്ടേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം 500 മുതൽ 750 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ റിസോർട്ടിനുണ്ട്. അതുകൂടാതെ അവിടെ 2000 പേർക്ക് വരെ ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്റർ ഉണ്ട്, മറ്റു ഓഡിറ്റോറിയങ്ങളുണ്ട്. ഒരു ദിവസം ഒരു 500 പേര് മുതൽ 2000 പേര് വരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ സ്വന്തമായി തന്നെ എല്ലാം കൃഷി ചെയ്യാന്നുള്ള ഒരു ആശയം കൂടെ നമുക്ക് തോന്നി. അതിനുവേണ്ടി നമ്മൾ 12 ഏക്കറിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്റഗ്രേറ്റഡ് ഫാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അതിന്റെ അകത്ത് കൃഷി ചെയ്യും ഈ 12 ഏക്കറിൽ. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ആണ്. അത് ഒന്നിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നിന് വളമായി തീരുന്ന രീതിയിലുള്ള ഫാമിങ്ങിനാണ് നമ്മൾ സാധാരണ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയാം. ഉദാഹരണം, നമ്മളിപ്പോ ഒരു വാഴ വെച്ചു. ഓക്കെ, ഇപ്പൊ വാഴയുമ്പോൾ നമുക്ക് കൊല കിട്ടി. അപ്പൊ അതിന് നമുക്ക് ആ വാഴ വെട്ടി അതിന്റെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് കായ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നു. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? അവിടെ വെളിച്ചെണ്ണ വേണം, അല്ലെ? വെളിച്ചെണ്ണ വേണം, പിന്നെ ഗ്യാസ് വേണം. അപ്പൊ അവിടെ നമുക്ക് ഈ ഫാമിൽ തന്നെ പശുക്കളുണ്ട്. അപ്പൊ ഈ പശുക്കൾക്ക് ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്ത കായയുടെ തൊണ്ട് പശുവിന് തിന്നാൻ കൊടുക്കും. തൊണ്ട് വേസ്റ്റ് അല്ലേ, അത് പശുവിന് തിന്നാൻ കൊടുക്കും. അപ്പൊ പശു ചാണകമായിട്ട് മൂത്രമായിട്ടൊക്കെ തരുമ്പോ നമുക്കത് നേരെ ആ ചാണകത്തിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റും. ആ ചാണകം തന്നെ നമ്മൾ തെങ്ങിന് വളമിട്ട് കഴിയുമ്പോൾ തേങ്ങ ഉണ്ടാവും. അപ്പൊ എല്ലാ അങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അതിന് ആ തേങ്ങ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കും. ഈ ഗ്യാസ് കൊണ്ട് ഈ ചാണകം കൊണ്ട് ഗ്യാസ് ഉണ്ടാക്കും. ദെൻ അവിടെ ചിപ്സ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ എല്ലാം ഒന്നിനോട് കണക്ട് ചെയ്തു. അതുപോലെ പാലുണ്ടായി കഴിയുമ്പോൾ പാലിന് നമ്മൾ ഐസ്ക്രീം ആയിട്ടും ഗീ ആയിട്ടും കേടായിട്ടും മറ്റു പ്രൊഡക്റ്റുകളാക്കി കൊടുക്കുന്നു. അത് ഒന്നും വേസ്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതി. ഇവിടെ നമുക്ക് ചെയ്യുന്നത് എല്ലാത്തരം പച്ചക്കറികളും ഇന്ന് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ചുറ്റിലും കാണുന്ന ലുലു മോളിലോ നെസ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന എല്ലാ പച്ചക്കറികളും നമ്മളവിടെ കൃഷി ചെയ്യും. എല്ലാ ഫ്രൂട്ട്സും നമ്മളവിടെ കൃഷി ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ ടെക്നോളജിയും വിയറ്റ്നാം മോഡലും അങ്ങനെ പല പല പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ അവിടെ ചെയ്യുമ്പോൾ ഈ 12 ഏക്കറിൽ തന്നെ നമുക്ക് കൂടുതൽ സ്ഥലത്ത് ചെയ്യാവുന്ന കൃഷികൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ്, ലെയർ ഫാമിംഗ്, അതുപോലെ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് അങ്ങനെ തുടങ്ങിയുള്ള പല കൃഷി രീതികളുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുമ്പോൾ കാശ്മീരിൽ ഉണ്ടാകുന്ന കുങ്കുമം വരെ നമുക്കവിടെ കൃഷി ചെയ്യാൻ പറ്റും. കൊച്ചി കായലിൽ ഉണ്ടാകുന്ന മഡ് ക്രാബ്, ഞണ്ടിനെ വരെ, ചെമ്മീൻ വരെ നമുക്കവിടെ കൃഷി ചെയ്യാൻ പറ്റും. എല്ലാ പച്ചക്കറികളും, എല്ലാ ഫ്രൂട്ട്സും, ചിക്കനും മട്ടനും ബീഫും ഫിഷും പ്രോൺസും എഗ്ഗും മിൽക്കും എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നു. അതിൽ നിന്നും കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ റിസോർട്ടുകളിലേക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ളത് നമ്മൾ സെയിൽ ചെയ്ത് വരുമാനമാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു വരുമാനത്തിന്റെ ഒരു അതും നിങ്ങൾക്ക് ഒരു ആശയം, ഒരു ഐഡിയ തരാം എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം
1 ലക്ഷം മുട്ട പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്ട്. 1 ലക്ഷം മുട്ട എന്ന് പറഞ്ഞാൽ 1,05,000 കോഴികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം 1 ലക്ഷം മുട്ട കിട്ടും. അതുപോലെ തന്നെ ഒരു 5,000 ലിറ്ററോളം പാല് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇതേ കോമ്പൗണ്ടിൽ തന്നെ നമുക്കൊരു എക്കണോമി ആയിട്ടുള്ള കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ രീതിയിൽ താമസിക്കേണ്ടവർക്കുള്ള ഒരു 10,000 രൂപ താഴെ റെന്റിന് കൊടുക്കാൻ പറ്റുന്ന കോട്ടേജസും ഇതിന്റെ അകത്തുണ്ട്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഉണ്ട്. വളരെ വലിയ ഒരു നഴ്സറി തന്നെ അവിടെ ഉണ്ട്. എല്ലാം ഇപ്പൊ നമ്മൾ അവിടെ എന്ത് കണ്ടാലും അതിന്റെയൊക്കെ തയ്യോ വിത്തോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. എനിമൽ ഹസ്ബൻഡറീസ് ഉണ്ട്, മറ്റു കുഞ്ഞുങ്ങളെ മേടിക്കാനും, ഇൻക്ലൂഡിങ് കഴുത ഫാം വരെ അതിന്റെ അകത്തുണ്ട്. കഴുതനെ കുറിച്ച് അറിയാം എല്ലാവർക്കും. കഴുതപ്പാൽ അല്ലെ, കഴുതപ്പാൽ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എക്സ്പോർട്ടിങ് പോകുന്ന ഒരു സംഭവമാണ്. സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഈ കഴുതകളെ വളർത്താനുള്ള പുതിയ പ്രൊമോഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം 1 ലക്ഷം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന മുട്ടയ്ക്കെതിരെ 6 രൂപ 7 രൂപ വരെ അല്ലേ. പക്ഷെ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ന്യൂട്രിയൻസ് കണ്ടന്റ്സ് കൂടുതലുള്ള എഗ്ഗാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BSF ലാർവ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പുഴുക്കളുണ്ട്. നമ്മൾ ഫുഡ് വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പുഴുക്കളുണ്ട്. ഇതാണ് നമ്മൾ കോഴികൾക്ക് മറ്റു തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന BSF ലാർവയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോഴികൾ ഇടുന്ന മുട്ടയും പ്രോട്ടീൻ കണ്ടന്റും ന്യൂട്രിയൻസ് എല്ലാം കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള മുട്ടകൾക്ക് മാർക്കറ്റിൽ 25 രൂപ മുതൽ 40 രൂപ വരെ വില കിട്ടുന്ന മുട്ടകളാണ്. പക്ഷെ നമ്മൾ എല്ലാ ചെലവും കഴിച്ച് 10 രൂപ വെച്ചൊരു മുട്ടയെന്ന് കിട്ടിയാൽ തന്നെ 1 ലക്ഷം മുട്ട എന്ന് പറഞ്ഞാൽ എത്രയും ഒരു ദിവസം 10 ലക്ഷം രൂപ, ഒരു മാസം 3 കോടി രൂപയുടെ മുട്ടയിൽ മാത്രം കിട്ടുന്ന വരുമാനം. ഒരു ദിവസം 5,000 ലിറ്റർ പാല് എന്ന് പറയുമ്പോൾ ആ പാലിന്റെ വാല്യൂവേഷൻ ചെയ്തിട്ടുള്ള ഐസ്ക്രീമും ഈ മറ്റുള്ള പ്രൊഡക്റ്റുകളെല്ലാം കൂടെ ചേർക്കുമ്പോൾ അതിന്റെ റേറ്റ് നമുക്ക് ഏകദേശം 5 ലക്ഷം രൂപയോളം പാലിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനം. കേരളത്തിലെ ഏറ്റവും വലിയ ഡയറി ഫാമും കേരളത്തിലെ ഏറ്റവും വലിയ മുട്ടക്കോഴി ഫാമും കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് ഫാം ഇതെല്ലാം നമ്മുടെ ഈ ഫാമുകൾ. ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഫാം. ഇത്രയൊന്നും ഇനി കുറച്ചധികം ഉണ്ട്, 2000 ചന്ദന മരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന 200-ലധികം സോഴ്സുകൾ ഇതിനകത്തുണ്ട്. ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിൽ 200+ വരുമാന മാർഗങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 2-3 ഞാൻ പറഞ്ഞത് 1 ലക്ഷം മുട്ടയും 5,000 ലിറ്റർ പാലും 70 കോട്ടേജസും 2000 ചന്ദന മരങ്ങളും. എനിക്ക് എടുക്കുന്ന ഏകദേശം 10-200 പേരെ. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ഫുൾ സിംഗിലേക്ക് ആയി വരാൻ ഒരു 2 വർഷം വരെ എടുക്കും. 1 വർഷം മുതൽ 2 വർഷം വരെ സമയം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫുൾ എല്ലാ രീതിയിലുള്ള ഫംഗ്ഷനിങ് ആവുന്നുണ്ടാവുക. ഈ ഒരു സമയത്ത് നമുക്കൊരു ദിവസത്തെ വരുമാനം തന്നെ ഒരു മാസത്തെ വരുമാനം 5 കോടി മുതൽ 10 കോടി രൂപ വരെ വരുമാനം കിട്ടുന്നതാണ് ഈ ഫാം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിന്റെ വാല്യൂ, നിലവിലുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ഈ 100 കോടി രൂപ വാല്യൂ ഉള്ള ഈ ഇന്റഗ്രേറ്റഡ് ഫാമിലും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ മുതലുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ണർ ആവാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഫില്ല് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. നേരത്തെ റിസോർട്ടിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഒരു 3, 4, 5, 6 മാസങ്ങളൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സും പാർട്ട്നേഴ്സും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അതിന്റെ കണക്ക് കാര്യങ്ങളൊക്കെ എംഡി പറയും. അപ്പൊ ഇതൊരു LLP മോഡലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ LLPയുടെ പേരിലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉണ്ടാവുക, ഈ പ്രൊജക്ട് ഉണ്ടാവുക. ഇതിന് ഇൻവെസ്റ്റ് ഈ പ്രോജക്റ്റിന്റെ വാല്യൂ ആയിട്ടുള്ള 100 കോടി എല്ലാം വരുന്നത് ഈ LLPയുടെ പേരിലായിരിക്കും. LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനി മോഡലിലുള്ള ഒരു രജിസ്ട്രേഷൻ. ആ LLP പാർട്ട്നേഴ്സ് ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ മിനിമം 1 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളായിട്ടുള്ള പാർട്ണർഷിപ്പ് എടുക്കുന്ന എല്ലാവരും ഇതിന്റെ പാർട്ട്നേഴ്സ് ആയിരിക്കും, ലീഗൽ പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭങ്ങളും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പ്രോപ്പർട്ടി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഇത്രയും ഫെസിലിറ്റികളെല്ലാം ഒരുക്കിയിട്ടുള്ള, അതായത് 1 ലക്ഷം രൂപ മുറക്കിക്കൊണ്ട് ഇതിൽ പാർട്ണർ ആവുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു 15 വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 13-15 മടങ്ങ് അവരുടെ പണം വർദ്ധിക്കുന്നത്. 1 ലക്ഷം ഒരു 15 ലക്ഷം വരെ ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. അതേപോലെ തന്നെ ഇന്നത്തെ വാല്യുവേഷൻ 100 കോടി ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്ത വർഷമോ പിന്നത്തെ വർഷമോ ഒരു 3, 4, 5 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ വാല്യുവേഷൻ വരിക. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 300 കോടി, 500 കോടി, 1000 കോടി ഒന്നും അവരധികം സമയമൊന്നും വേണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഗ്രോത്ത് അനുസരിച്ച് പ്രോപ്പർട്ടിയുടെ ഓരോ വർഷം വാല്യുവേഷൻ നോക്കുമ്പോഴും അത് കൂടി വരുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ 3 പ്രൊജക്ടുകൾ ഇതാണ്. ഇനിയും പ്രൊജക്ടുകൾ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിലവിൽ നിങ്ങൾ ഇവിടെ ക്ഷണിച്ച് നിങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ 3 പ്രൊജക്ടുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ബ്രീഫ് ചെയ്ത് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ച വ്യക്തികൾ ഉണ്ടാവും.
അവർ നിങ്ങളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതുകൂടാതെ നമ്മൾ സൂമിലൊക്കെ ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട്, സെഷൻസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യാം. വയനാട്ടിൽ വന്ന് നമ്മുടെ പ്രോപ്പർട്ടി കാണാത്തവരൊക്കെ ഈ പറഞ്ഞ സാൻഡൽവുഡ് പ്ലാന്റേഷനും സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് റിസോർട്ട് പ്രോജക്റ്റും സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് ഇപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിന് വേണ്ടി എടുത്തിട്ടുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എല്ലാം വന്നൊന്ന് നേരിട്ട് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ആ പണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഏറ്റവും കൂടിയ ലാഭം കിട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കും ഞങ്ങളോട് കൂടെ ചേരാം. അപ്പൊ സാധാരണ ഒരു 3 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് മിനിമം ഒരു 3 മണിക്കൂർ കൊണ്ടെങ്കിലും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഞാനൊരു അരമണിക്കൂറിൽ തീർത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു ഉറക്കം തൂങ്ങാതെ വളരെ അലേർട്ടായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അത്ര ബോറല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ഞാൻ വിശ്വസിക്കാൻ, അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ബോറായിട്ട് തോന്നിയില്ലെങ്കിൽ എനിക്കൊരു കൈയടി എന്നാൽ ഞാൻ പോയിക്കോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Yes, thank you sir, thank you so much.